നമസ്കാരം. ഇന്നലെ കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത് മുഖ്യാതിഥിയായ എം ടി വാസുദേവൻ നായർ പറഞ്ഞ വാക്കുകൾ കേരളത്തിൽ വലിയ ചർച്ചകൾ ആയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പറഞ്ഞ വാക്കുകൾ ആരെ ഉദ്ദേശിച്ച് എന്നതിനെ ചൊല്ലിയാണ് ചർച്ചകൾ കൊഴുക്കുന്നത്, വിവാദമാകുന്നത്, വിമർശനമാകുന്നത്. ഇത്രയധികം വിവാദവും വിമർശനവും ആ വാക്കുകളെ പറ്റി വേണമോ? ആരെയാണ്, എന്തിനെയാണ് എം ടി ഉദ്ദേശിച്ചത്? അങ്ങനെ ഇത്രയധികം ചർച്ചകൾ ഇതിനെപ്പറ്റി നടക്കുമ്പോൾ ആ വിഷയം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. എനിക്കൊപ്പം അതിഥികൾ ചേരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ മാധ്യമപ്രവർത്തകൻ ശ്രീ എൻ ശ്രീകുമാർ, ഒപ്പം മറ്റതിഥികൾ ശ്രീ എൻ എം കാരശ്ശേരി ഉൾപ്പെടെയുള്ളവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അശോകൻ ചരുവിലും ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ നമ്മളോടൊപ്പം ചേരും. ആദ്യം ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറും ശ്രീകുമാറുമാണ് നമുക്കൊപ്പം ഉള്ളത്. അഡ്വക്കേറ്റ് ജയശങ്കർ, വലിയ വിമർശനം എം ടിയുടെ വാക്കുകൾ ഉണ്ടാക്കുന്നു. വലിയ രീതിയിലുള്ള വിശകലനങ്ങൾ പലരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. 20 വർഷം മുൻപുള്ള ഒരു പ്രസംഗം അത് അദ്ദേഹത്തിന് ഇന്നും ആവർത്തിക്കേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ അത് ഞങ്ങളെക്കുറിച്ചല്ല എന്ന വ്യാഖ്യാനമൊക്കെ പല കോണിൽ നിന്നും വരുന്നു. ഇത്രയധികം വിശകലനം ചെയ്യപ്പെടേണ്ടുന്ന കാര്യമാണോ? വളരെ ഗൗരവമുള്ള വാക്കുകളാണ്. അത് ആരെയാണ്, എന്തിനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയധികം വിശകലനങ്ങൾ ആവശ്യമുണ്ടോ? അതിൽ 2003 ഈ പ്രസംഗം അല്ലെങ്കിൽ ഈ ലേഖനം പ്രസംഗം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ലേഖനം എഴുതുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും കേരളം ഈ പിണറായി വിജയനെ ഉദ്ദേശിച്ചല്ല. കാരണം എന്ന് വെച്ചാൽ അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിട്ടില്ല, അദ്ദേഹം പാർട്ടി സെക്രട്ടറി മാത്രം. 2003 ശ്രീ എ കെ ആന്റണിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം അമിതാധികാര പ്രവണത പോയിട്ട് കയ്യിലുള്ള അധികാരം പോലും ഉപയോഗിക്കാൻ വളരെ ലുപ്തുള്ള ആളായിരുന്നു. രാഷ്ട്രീയത്തിൽ സാഹിത്യത്തിൽ എം ടി വാസുദേവൻ നായർക്കുള്ള പോലെ ഒരു എക്സാൾട്ടഡ് പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ് എ കെ ആന്റണി. അദ്ദേഹത്തോട് ഏറ്റവും കടുത്ത ശത്രുതയുള്ള ആളുകൾ പോലും അദ്ദേഹം അമിതാധികാര പ്രവണതയുള്ള ആളാണ്, ഏകാധിപത്യ വാസനയുള്ള ആളാണ്. എല്ലാ അധികാരങ്ങളും അടിച്ചമർത്തി സ്വന്തം കയ്യിൽ വെക്കണമെന്നും ബാക്കിയുള്ളവരെയൊക്കെ ഹിംസിക്കണമെന്നും അഭിപ്രായമുള്ള ആളാണെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വലിയ വിമർശകനാണ്. ഞാൻ പോലും അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ശ്രീ എം ടി വാസുദേവൻ നായർ അത് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് മറ്റാരുമായിരുന്നു. ഒരു പക്ഷേ ഇന്ദിരാഗാന്ധി ആയിരിക്കാം, അല്ലെങ്കിൽ ജയലളിത ആയിരിക്കാം. 96 മുതൽക്ക് 2001 വരെ ഉണ്ടായിരുന്നു ജയലളിതയുടെ ഭരണകാലത്ത്. ഏതാണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അതല്ലാതെ മറ്റൊരു മാതൃക അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ്, നരേന്ദ്രമോദിയെ പോലത്തെ ഒരാളായിരുന്നില്ല. മാത്രമല്ല അത് 24 കക്ഷികളുള്ള ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് നയിച്ചത്. പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം, കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്. അവരുടെ മുന്നണിക്കാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്ത് ഒരുപാട് ഒത്തീർപ്പുകൾക്ക് വഴങ്ങിയാണ് വാജ്പേയി രാജ്യം ഭരിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെ അന്ന് ആരെ ഉദ്ദേശിച്ചു എന്നുള്ളതല്ല പ്രസക്തി. എന്തുകൊണ്ട് ഈ ഇത്രയും പഴയ അല്ലെങ്കിൽ 2 പതിറ്റാണ്ട് പിന്നിട്ട ഒരു ലേഖനം അദ്ദേഹം ഇപ്പോൾ കൊടി തട്ടിയെടുത്തുകൊണ്ടുവന്ന് ആ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രിയെ അവിടെ ഇരുത്തിക്കൊണ്ട് നടത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രസക്തമായിട്ടുള്ള കാര്യം. ഏത് സാഹചര്യത്തിൽ എഴുതിയെന്നുള്ളതല്ല, ഏത് സാഹചര്യത്തിൽ അത് പുനരാവിഷ്കരിച്ചു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് വലിയ പ്രസക്തിയുണ്ട്. അദ്ദേഹം നരേന്ദ്രമോദിയാണ് ഉദ്ദേശിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് താത്വികമായിട്ട് പറയാം. അത് ശരിയാണ്. കാരണം ഇവിടെ നടക്കുന്ന പോലുള്ള അമിതാധികാര പ്രവണത കേന്ദ്രത്തിലുമുണ്ട്. ഇത് തുല്യനിലയിൽ നമുക്ക് പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിയെ കുറിച്ച് പറയാം. അവരും ഇതുപോലുള്ള അമിതാധികാര പ്രവണത നടത്തുന്നു. വേണമെങ്കിൽ ചന്ദ്രശേഖർ റാവു, ഈ സമീപകാലത്ത് വായിച്ച് ഒഴിഞ്ഞു പോയ തെലങ്കാന മുഖ്യമന്ത്രി, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജയലളിത, അതുമല്ലെങ്കിൽ മായാവതി, ഇവരുടെയൊക്കെ സമയത്തും ഇങ്ങനെ ഉണ്ടായിരുന്നു. പല സംസ്ഥാനങ്ങളിലും ഇതുണ്ട്. വേണമെങ്കിൽ ബിജു ജനതാദളിന്റെ നേതാവായിട്ടുള്ള നവീൻ പട്നായിക്കിനെ കുറിച്ചും പറയാം. അതൊക്കെ ഏക വ്യക്തി ഭരണം എന്ന് പറയാവുന്ന ഒരു സംവിധാനത്തിലാണ് പോകുന്നത്. പക്ഷെ കേരളത്തിൽ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഇത് പറയുമ്പോൾ, മാത്രമല്ല അദ്ദേഹം ഉപയോഗിക്കുന്ന മറ്റെല്ലാ സംഗതികളും കമ്മ്യൂണിസവുമായിട്ട്, റഷ്യയുമായിട്ട്, സോവിയറ്റ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. മാക്സിം ഗോർക്കിയാണെങ്കിൽ ശരിയാണ്, 1944 വില്യം റീഡ് നടത്തിയ നിരീക്ഷണങ്ങളാണെങ്കിലും ഒക്കെ ഇടതുപക്ഷ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ലെനിനും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. EMSന്റെ പ്രസംഗം, ഇപ്പോ നരേന്ദ്രമോദിയെ കുറിച്ചാണ് ഇങ്ങനെ പ്രസംഗം നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നെഹ്റുവിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ BJP നേതാവ് തന്നെയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. അടൽ ബിഹാരി വാജ്പേയിയുടെ സമിതിന്റെ രീതിയിലാണ്. ഇപ്പൊ സമീപകാലത്ത് ഈ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് പുതിയ മന്ദിരത്തിലേക്ക് മാറുന്നതിന് തൊട്ട് മുമ്പ് നടന്ന ഒരു ചടങ്ങ്,
നമ്മളൊക്കെ ടി വിയിൽ കണ്ടതാണ്. പല അംഗങ്ങളും സീനിയർ ആയിട്ടുള്ള മെമ്പർമാർ അവർ പഴയ പാർലമെന്റ് മന്ദിരമായിട്ട് അവർക്കുള്ള ഹൃദയബന്ധം അവിടെ അയവിറക്കുന്നത് കണ്ടു. അവിടെ നമ്മുടെ കൊല്ലത്തു നിന്നുള്ള പ്രേമേന്ദ്രൻ നടത്തിയ പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു. പ്രേമേന്ദ്രൻ ഏതാണ്ട് 7 മിനിറ്റ് പ്രസംഗിച്ചു. അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ 7 മിനിറ്റ് ഒന്നും ഇല്ല. അദ്ദേഹം ചെറിയ പാർട്ടിയുടെ പ്രതിനിധിയാണ്. പക്ഷേ മറ്റ് മെമ്പർമാരുടെ സമയം കൂടി കടമെടുത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പാർലമെന്റിന് ഒരു ചരിത്രമുണ്ട്. ഇവിടെ പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു താല്പര്യം കാണിക്കുമായിരുന്നു. ഏത് പ്രസംഗവും അദ്ദേഹം താല്പര്യപൂർവ്വം കേൾക്കുമായിരുന്നു, ശ്രദ്ധിക്കുമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ വാക്കിനും ഈ സഭയിൽ ഒരു വിലയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം അടുത്തായിട്ട് പറയുന്നത് വാജ്പേയിയുടെ ഉദാഹരണമാണ്. പ്രേമേന്ദ്രൻ തന്നെ ഒരു പുതു മെമ്പറായിട്ട് ഈ ലോക്സഭയിൽ വരുന്ന സമയത്ത് 1996 ആദ്യത്തെ പ്രസംഗം വാജ്പേയിയുടെ മന്ത്രിസഭയ്ക്കെതിരായിട്ടുള്ള വിശ്വാസ വോട്ടിന്മേലുള്ള പ്രസംഗമാണ്. അന്ന് വാജ്പേയിയെ വിമർശിച്ചുകൊണ്ട് നടത്തിയ പ്രേമേന്ദ്രന്റെ പ്രസംഗം. അത് കഴിഞ്ഞ് ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റാതെ വാജ്പേയി രാജിവെക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പ്രേമേന്ദ്രനെ ലോബിയിൽ വെച്ച് കാണുന്നു. അപ്പോൾ വാജ്പേയി ഇദ്ദേഹത്തെ അടുത്ത് വിളിച്ച് പ്രസംഗം വളരെ നന്നായി എന്ന് പറഞ്ഞ് പുറത്ത് തട്ടി അഭിനന്ദിച്ചു എന്നാണ് പറയുന്നത്. അത് വാജ്പേയിയുടെ ഒരു ജനാധിപത്യ ബോധത്തിന്റെ ഉദാഹരണമായിട്ടാണ് പ്രേമേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് രണ്ടും പ്രേമേന്ദ്രൻ എന്തിനാണ് പറഞ്ഞത്? പ്രേമേന്ദ്രൻ പറഞ്ഞത് നെഹ്റുവിനെ പ്രശംസിക്കാൻ വേണ്ടിയിട്ടു അല്ലെങ്കിൽ വാജ്പേയിയെ പൊക്കിക്കെട്ടാൻ വേണ്ടിയിട്ടും അല്ല. സത്യത്തിൽ ഇത് രണ്ടും പ്രത്യക്ഷത്തിൽ തന്നെ നരേന്ദ്രമോദിക്കുള്ള ഒളിയമ്പുകളായിരുന്നു. അത് ആ രീതിയിൽ പറഞ്ഞാൽ ഈ സഭയിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് മോഡിയെ വിമർശിച്ച് പറഞ്ഞാൽ ശോഭിക്കുകയില്ല എന്നുള്ളതുകൊണ്ട് പരോക്ഷമായി ഭംഗ്യന്തരേണ ഈ അർത്ഥാന്തരന്യാസഭാഗം അന്യം കൊണ്ട് സമർത്ഥനം എന്ന സിദ്ധാന്തം അനുസരിച്ച് പുള്ളി അർത്ഥാന്തരന്യാസമായിട്ട് ഉപയോഗിച്ചതാണ് അവിടെ നടന്നത്. അത് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. പാർലമെന്ററി പ്രൊസീഡിങ്സ് അറിയാവുന്നവർക്കും മനസ്സിലാവും. പ്രേമേന്ദ്രൻ ആ സഭയിൽ ഒരു ചെറിയ പാർട്ടിയുടെ മെമ്പറാണെങ്കിൽ പോലും ഒരു പാർലമെന്ററിയൻ എന്നുള്ളതിലേക്ക് എങ്ങനെ ഒരു മതിപ്പുണ്ടാക്കിയതെന്നും എങ്ങനെയാണ് എതിർഭാഗത്തുള്ള ആളുകളുടെ പോലും പ്രശംസ പിടിച്ചു പറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചതെന്നും നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെയാണ് എം ടി വാസുദേവനാണ് പറഞ്ഞത്. ഇത് മോദിയെ കുറിച്ച് പറഞ്ഞതാണെന്ന് തോന്നിയത് അല്ല. അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ചു. ഇത് എം ടി വാസുദേവൻ അല്ല വേറെ ആരെങ്കിലും അവിടെ പറഞ്ഞതായിരിക്കും. ശ്രീകുമാർ കൊണ്ടുണ്ട്. ശ്രീകുമാറിന് എന്ത് തോന്നുന്നു? എം ടി വാസുദേവൻ അല്ല വേറൊരാളാണ് അവിടെ ഇതുപോലൊരു പ്രശ്നം മുഖ്യമന്ത്രിയെ കുറിച്ച് നടത്തിയത് എന്ന് അല്ലെങ്കിൽ എം ടി വാസുദേവൻ എന്റെ മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞ് ഈ പിണറായി വിജയൻ ഇന്ന രീതിയിലുള്ള ഒരു ഏകാധിപതിയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം 11-ാം തീയതി പറഞ്ഞു. 27-ാം തീയതി അദ്ദേഹത്തിന്റെ സമിതി അടിയന്തരം ഇവിടെ നടത്തേണ്ടത് അപ്പം പടയുള്ളൂണ്ടായിട്ട് സമിതി അടിയന്തരം നടത്തേണ്ടതായിട്ട് വരും. കാരണം ആ മനുഷ്യന് പിന്നെ അവിടെ നിന്ന് പോകാൻ പറ്റുകയില്ല. കാരണം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ മുഖ്യമന്ത്രിയെ ആ രീതിയിൽ വിമർശിച്ചിട്ട് അവിടുന്ന് പോകാൻ പറ്റുകയില്ല. കാരണം അത്രയും കഠോരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ വീട് വളഞ്ഞ് ഏതാണ്ട് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്ത പോലെ ഇല്ലേ? അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ പ്രതിയായി NIA-ക്കാരെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് ഇത്ര സംവിധാനം ഉണ്ടായിരുന്നില്ല. 2-3 ഉദ്യോഗസ്ഥന്മാർ വന്ന് തട്ടി ഉണർത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. നേരെ മറിച്ച് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ചെറുപ്പക്കാരന് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യണ കണ്ട അറിയാലോ ഇവിടെ എന്താണ് നടക്കുന്നത്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇവരെ എപ്പോഴും കുറ്റപ്പെടുത്തി പറയും. അതിനേക്കാൾ മോശപ്പെട്ട കാര്യങ്ങളല്ലേ നടക്കുന്നത്. മുഖ്യമന്ത്രി പോകുന്ന വഴി കൂടി കറുത്ത മാസ്ക് വെച്ച ഒരാൾക്ക് കൂടി പോകാൻ പറ്റുകയില്ല. കറുത്ത കുട പിടിച്ച ഒരാൾക്ക് പോകാൻ പറ്റുകയില്ല. കറുത്ത ആനയെ കൊണ്ടുപോകാൻ പറ്റില്ല. കാക്കയ്ക്ക് വിലങ്ങനെ പറക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ എന്താണ് നടക്കുന്നത്? ഇതല്ലേ സമഗ്രാധിപത്യം? ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് സമഗ്രാധിപത്യം? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ നരേന്ദ്രമോദിക്ക് എതിരായിട്ടെന്ന് പറയാം, അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിക്ക് എതിരായിട്ടാണ് എം ടി വാസുദേവൻ പറഞ്ഞതെന്ന് പറയാം. അവിടെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ തുർക്കിയിലെ പ്രസിഡന്റ് ആയിരിക്കുന്ന റജബ് തൊയ്യബ് ഉർദുഗാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്ത് ഇതുപോലെയൊക്കെയാണ് തുർക്കിയിൽ നടക്കുന്നത്. അതിനെ പറ്റി പറഞ്ഞതെന്ന് പറയാം. അല്ലെങ്കിൽ ഉഗാണ്ടയിൽ പണ്ടുണ്ടായിരുന്ന ഇടിയമീനെ കുറിച്ചിട്ടാണ് എം ടി വാസുദേവൻ പ്രസംഗിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ വ്യാഖ്യാനത്തിന്റെ പ്രശ്നമാണ്. പക്ഷെ അവിടെ ഇരുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായി ആരെ കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളത്. ഇത് കേട്ടവർക്ക്, ടെലിവിഷൻ കേട്ടവർക്കും അദ്ദേഹത്തിന്റെ പ്രസംഗം പത്രത്തിൽ വായിച്ചവർക്കും ഒക്കെ കാര്യം മനസ്സിലായി ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, എന്തായിരുന്നു എന്റെ ചേതോവികാരം, എന്താണ് അതില് അദ്ദേഹത്തെ ഇതിലേക്ക് നയിച്ച രാഷ്ട്രീയ സാഹചര്യം എല്ലാവർക്കും മനസ്സിലായി. പിന്നെ വായിട്ട് അലക്കാം, നമുക്ക് നമ്മുടെ ഭാവനക്കനുസരിച്ച് പല തിയറികളും ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനപ്പുറത്ത് മഹാനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് താനോ ഒന്നും അവകാശമില്ല എന്നറിയാം. എങ്കിൽ പോലും കുറച്ചുകൂടി വ്യക്തത ഇക്കാര്യത്തിൽ MT കാട്ടേണ്ടതുണ്ടായിരുന്നു. ഈ വിധത്തിൽ വിവാദമായി ചർച്ചയാകുന്നു ഒരു ഘട്ടമൊക്കെ എത്തി. ഏതെങ്കിലും വ്യക്തത അദ്ദേഹം ഇക്കാര്യത്തിൽ വരുത്തേണ്ടിയിരുന്നോ കുറച്ചുകൂടി? അല്ല, അത് ഓരോരുത്തരുടെ ഒരു രീതി അനുസരിച്ചിട്ടാണ്. MT വാസുദേവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയൊരു എഴുത്തുകാരനാണ്, നോവലിസ്റ്റാണ്, കഥാകൃത്താണ്, തിരക്കഥാകൃത്താണ്, നാടകം പോലും എഴുതി, സിനിമയ്ക്ക് പാട്ട് എഴുതിയിട്ടുണ്ട്,
പലതും എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു രീതിയിലാണ് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം ദൈനംദിന അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളല്ലല്ലോ. കാരശ്ശേരി ഭാഷയാണെങ്കിൽ ശരിയാണ്, ആത്മശങ്കക്കിടയില്ലാത്ത രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു രീതി അതാണ്. അദ്ദേഹം ദൈനംദിന വ്യാവഹാരിക ജീവിതവുമായിട്ട് ഓരോ ദിവസവും അദ്ദേഹത്താൽ കഴിയുന്ന രീതിയിൽ പ്രതികരിക്കുന്ന ആളാണ്. എറണാകുളത്ത് കന്യാസ്ത്രീകൾ സത്യാഗ്രഹം നടത്തിയപ്പോൾ ആദ്യം അവർക്ക് പിന്തുണയായിട്ട് വന്ന ഒരാളാണ് കാരശ്ശേരി ഭാഷ. എം ടി വാസുദേവൻ നായരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ കാര്യത്തിൽ അന്ന് നമ്മുടെ സാംസ്കാരിക നായികമാരാരും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വളരെ കുറച്ചു പേരെ ഇതുമാതിരി കാര്യങ്ങളിൽ ഇടപെട്ടുള്ളൂ. ചേകന്നൂർ മൗലവിയെ കാണാതെ പോയപ്പോഴും കാരശ്ശേരി ഭാഷയാണ് അതിന്റെ മുമ്പിൽ നിന്ന്. മറ്റേ നമ്മുടെ എന്താണ് ശരിയത്ത് നിയമം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാജീവ് ഗാന്ധി നിയമം ഉണ്ടാക്കിയ സമയത്ത് അതിനെ എതിർക്കാനും ഈ കാരശ്ശേരി ഭാഷ പോലെ കുറച്ചു പേരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അത് ഓരോരുത്തരുടെ ഒരു സാമൂഹ്യ വീക്ഷണം അനുസരിച്ചിരിക്കും, അവർക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള താല്പര്യം അനുസരിച്ചിരിക്കും, മറ്റു പല കാര്യങ്ങളും ആശ്രയിച്ചിരിക്കും. എം ടി വാസുദേവൻ അങ്ങനെ ദൈനംദിന അടിസ്ഥാനത്തിൽ ചർച്ചയ്ക്ക് പോകുന്ന ആളുമല്ല. അത് രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടല്ല, അഭിപ്രായങ്ങൾ അങ്ങനെ പറയാൻ വളരെ ലുപ്തുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹം എന്റെ ഓർമ്മയിൽ ആകെ 3 പ്രാവശ്യമേ പ്രതികരിച്ചിട്ടുള്ളൂ. ഒന്ന് പണ്ട് ഏതോ കാലത്ത് അജിതയെ പോലീസ് പിടിച്ചപ്പോൾ ഉള്ള അതിനെ കുറിച്ച് എന്തോ പ്രതികരിച്ചത്. പിന്നീട് എന്റെ ഓർമ്മയിൽ കൃത്യമായിട്ടുള്ളത് നമ്മുടെ AK ആന്റണിയുടെ മന്ത്രിസഭയുടെ സമയത്ത് ഈ കുത്തകയിൽ പോലീസ് വെടിവെപ്പ് ഉണ്ടായപ്പോൾ അതിനെ നിശ്ചിതമായ ഭാഷയിൽ അദ്ദേഹം അപലപിച്ചിട്ടുണ്ട്. പിന്നെ ഡീമോണിറ്റൈസേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിന്റെ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചല്ല, അത് ജനങ്ങൾക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടിനെ കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ഈ 3 ഘട്ടത്തിലല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമ്മൾ ആരും ഒന്നും കേട്ടില്ല. അദ്ദേഹം അങ്ങനെ വളരെ പൊളിറ്റിക്കലായിട്ട് ഒരാളല്ല. അദ്ദേഹത്തിന്റെ സിനിമകളോ കഥകളൊക്കെ പരിശോധിച്ചാലും അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഉള്ളടക്കം താരതമ്യേന വളരെ കുറവാണ്. അതിനൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം വേറൊരു രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ ദൈനംദിന കക്ഷി രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇടപെടുന്ന ഒരാളെ അല്ല അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഇങ്ങനൊരു പ്രതികരണം നടത്തിയെങ്കിൽ എന്താണ് അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത് എന്നാണ് ഒരു കാര്യം. ഇനി എം ടി വാസുദേവൻ ഇത് പറഞ്ഞില്ല എന്ന് വിചാരിക്കും, പറഞ്ഞില്ലെങ്കിൽ പോലും ഈ യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കല്ലേ. ഇങ്ങനെ ഒരു ഭരണം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു മുഖ്യമന്ത്രി 40 വാഹനങ്ങളുടെ അകമ്പടിയോട് യാത്ര ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഓർമ്മ കാലത്ത് C. അച്യുതമേനോനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ കാറ് അതൊരു ഇംബാല കാറാണ്, ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഇംബാല എന്ന് പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്ത ഒരു തരം കാറിലാണ് നമ്മുടെ മന്ത്രിമാരൊക്കെ യാത്ര. ഇംബാല കാറ് ചീറിപ്പാഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ വേഗത്തിൽ കരുണാകരന്റെ കാറ് പോകുന്നത് കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ ആളുകളെ ഇടിച്ചു കൊന്നിട്ടുണ്ട്. ഇതൊക്കെ സത്യത്തിൽ ഉണ്ടായ കാര്യങ്ങളാണ്. പക്ഷേ 40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഒരു മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടു. എന്റെ വീട് നാഷണൽ ഹൈവേയുടെ തീരത്ത് തന്നെയാണ്. എത്രയോ വാഹനങ്ങൾ എത്രയോ മന്ത്രിമാർ പോകുന്നത് കണ്ടിട്ടുണ്ട്. EK നായനാർ യാതൊരു എസ്കോർട്ടും ഇല്ല, പൈലറ്റും ഇല്ലാതെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് എസ്കോർട്ടിന്റെ ആവശ്യമില്ല, ഈ നാട്ടിലെ ജനങ്ങളാണ് എന്റെ എസ്കോർട്ട്, എന്റെ സംരക്ഷണം ഏറ്റെടുത്ത് നാട്ടുകാരെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിന്റെ സാധാരണ രീതി. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ PK വാസുദേവൻ ബസ്സിൽ കയറുമ്പോൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി സാരോ കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരുടെ കൂടിയാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ അനുഭവത്തിലും അറിവിലും ഇങ്ങനെയുള്ള ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. പ്രത്യേകിച്ച് കുറച്ചുകൂടി ലാളിത്യമുള്ളവരാണ്. AK ആന്റണി, ഉമ്മൻചാണ്ടിയൊക്കെ ജനങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചവരാണ്. കോൺഗ്രസ്സുകാരായിരുന്നിട്ട് പോലും കരുണാകരന് മാത്രമാണ് എസ്കോർട്ടും പൈലറ്റും ഉണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിന്റെ ആ രീതിയിൽ ഭീഷണി ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഈ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആളുകൾ പ്രതികരിക്കേണ്ടി വരില്ലേ? ക്ലിഫ് ഹൗസ് നവീകരിക്കാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റ് വെച്ച് എവിടെയെങ്കിലും കിടന്നു. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നവകേരള യാത്ര, ആ യാത്രക്ക് അതിന് പോലീസുകാർ നല്ലെന്ന് മനസ്സിലാക്കാം. ഈ യുവജന സംഘടനാ പ്രവർത്തകർ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുകയും അതിന് മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? ഒരു സംസ്ഥാനത്തും ഇതുവരെ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ രീതിയിലൊക്കെ പോകുമ്പോൾ ആളുകൾ പ്രതികരിക്കും. ഒരു കാരണത്തിലും ഒരു കാര്യത്തിലും പ്രതികരിക്കാത്ത എം ടി വാസുദേവൻ വരെ പ്രതികരിക്കേണ്ട വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സവിശേഷമായ സാഹചര്യം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ശ്രീ ജയശങ്കർ, ഞാൻ കാരശ്ശേരി ഭാഷയിലേക്ക് വരാം. അതിനു മുൻപ് അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കിയാൽ അവിടെയും ഈ വിധത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഈ MTയുടെ അമ്പ് കൊള്ളേണ്ടുന്ന നിരവധിയായ സാഹചര്യങ്ങൾ ഉണ്ട്. അതിൽ നിന്ന് വിഭിന്നമല്ല രാജ്യത്തിന്റെ അവസ്ഥയും എന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. പക്ഷെ ആ രീതിയിൽ ചർച്ച പോകുന്നില്ല. ഇവിടേക്ക് ചർച്ച ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു പരിതസ്ഥിതി ഉണ്ടല്ലോ. അപ്പോൾ MT ആരെ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചു എന്നത് അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന കാര്യം എന്ന ഒരു ന്യായവും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ തിരുത്തൽ വേണ്ടുന്ന വിധത്തിൽ ഈ ചർച്ച പോകാതെ അത് വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പിണറായിയെ എന്തിനും കുറ്റം പറയാൻ മാധ്യമങ്ങളും ചില ചിന്തകരും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ കൂടി കാണാം. അപ്പോൾ ആർക്കും സ്വീകരിക്കാവുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെത്. പക്ഷെ ആ നിലയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നില്ല. ഒരാളെ മാത്രം വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന വിമർശനങ്ങളെ താങ്കൾ എങ്ങനെ കാണും?
അല്ല, അതില് ഈ പറഞ്ഞ കുറച്ച് സത്യമുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ഉള്ള പോലെയുള്ള ഒരു സാഹചര്യം രാജ്യത്ത് മൊത്തത്തിലുണ്ട്. നരേന്ദ്രമോദിയും ഏതാണ്ട് ഇതേ രീതിയിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടിയ രീതിയിൽ ഏകാധിപത്യ പ്രവണത കാണിക്കുന്ന ആളാണ്. യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന് സമഗ്രാധിപത്യത്തിന്റെ ഒരു മൂർത്ത രൂപമാണ്. ഇന്ദിരാഗാന്ധി മാത്രമേ ഈ രീതിയിൽ അധികാരം കൈയാളിയുള്ളൂ. അത് ഈ പവർ കറപ്റ്റ്സ് ആബ്സലൂട്ട്, പവർ കറപ്റ്റ്സ് ആബ്സലൂട്ട്ലി എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അത് രണ്ടാമതും അധികാരത്തിൽ വന്നതോടെ മോഡിയുടെ അധികാരം വർദ്ധിച്ചിരിക്കുകയാണ്. ഏകകക്ഷി ഭരണം എന്നുള്ളത് ഏക വ്യക്തി ഭരണമായിരിക്കുകയാണ്. കാരണം 24 കക്ഷികളെ കൂട്ടിഭരിച്ച വാജ്പേയി അല്ല, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി വന്ന BJPയുടെ ഭരണമായിരുന്നു ഒന്നാം മോഡി സർക്കാരെങ്കിൽ രണ്ടാം മോഡി സർക്കാരായപ്പോഴത്തേക്ക് സംഗതികൾ മൊത്തം മാറി. ഇപ്പൊ മോഡിയുടെ കൺട്രോളിലാണ് BJPയും RSSും അതിനേക്കാൾ ഉപരിയായിട്ട് രാജ്യവും. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അധികാരം വർദ്ധിച്ചിട്ടുണ്ട്, അധികാര പ്രമത്തത വർദ്ധിച്ചിട്ടുണ്ട്, യാതൊരു സംശയമില്ല. അതുകൊണ്ടല്ലേ ഓഗസ്റ്റ് 15 തീയതി അദ്ദേഹം ഈ ചെങ്കോട്ടയിൽ നിന്ന് അടുത്ത കൊല്ലവും ഞാനായിരിക്കും ഇവിടെ പതാക ഉയർത്തുന്നത് എന്ന് വലിയ അഹങ്കാരത്തോടുകൂടി അല്ലെങ്കിൽ അതിര് കടന്ന ആത്മവിശ്വാസത്തോടി പറഞ്ഞത്. അത് നമ്മൾ കേട്ടില്ലേ? അത് കഴിഞ്ഞ് പാർലമെന്റിൽ നിന്ന് ഓരോ ഘട്ടത്തിലും അദ്ദേഹം ആ രീതിയിലുള്ള ഞാനാണ് രാഷ്ട്രം എന്ന് പറയാതെ പറയുന്ന ഒരു രീതിയാണ് നരേന്ദ്രമോദിയുടെ. അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. അത് അപലപിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അധികാര പ്രമത്തത, ഒരാൾക്ക് കൂടുതൽ അധികാരം കൈയാളുന്നു, അതുകൊണ്ട് രാജ്യത്തിന് എന്ത് നേട്ടം ഉണ്ടാവുന്നു അല്ലെങ്കിൽ കോട്ടം ഉണ്ടാവുന്നതല്ല. പക്ഷെ ഇത്രയും അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കുന്നത് ശരിയാണോ എന്നുള്ളത് വലിയ ചോദ്യം ഇവിടെ ഉണ്ട്. പക്ഷേ MT വാസുദേവൻ നായർ പറഞ്ഞത് മമതാ ബാനർജിയുടെ കാര്യത്തിൽ തുല്യമാണ്. അവർ രണ്ടാമതും മൂന്നാമതും അധികാരത്തിൽ വന്നപ്പോൾ ഞാനാണ് ബംഗാൾ എന്ന് അവർക്ക് തോന്നി തുടങ്ങി. അവർക്ക് ആ രീതിയിൽ ജനപിന്തുണയുണ്ട്, ജനങ്ങളുടെ അംഗീകാരമുണ്ട്. ആ അംഗീകാരത്തെ അവർ സ്വയം ബംഗാളുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. ഇത് തന്നെയാണ് ഉറുദുഖാന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഉറുദുഖാൻ മൂന്നാമത് നാലാമത് ജയിക്കുമ്പോൾ അദ്ദേഹം ഞാനാണ് തുർക്കിന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികളൊക്കെ അദ്ദേഹം ആ രീതിയിൽ കൈകാര്യം ചെയ്തു. വ്ളാഡിമിർ പുടിന്റെ കാര്യത്തിൽ ഇതല്ല സ്ഥിതി. പുടിൻ ഓരോ തവണ ജയിക്കുന്നതോറും ഭൂരിപക്ഷം വർദ്ധിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അദ്ദേഹത്തെ എതിർക്കുന്ന പത്രാധിപന്മാരെ കാണാതാകുന്നു. അദ്ദേഹത്തിന് എതിർ പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാർ വിഷം കഴിച്ച് മരിച്ച നിലയിൽ കാണപ്പെടുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അതൊക്കെ അദ്ദേഹത്തിന്റെ സമഗ്രാധിപത്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. അമേരിക്കയിൽ 2 തവണയായിട്ട് ചുരുക്കിയിട്ടുള്ളത് തന്നെ ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ച് ജനപിന്തുണയുള്ള ആള് 6ാമതും 7ാമതൊക്കെ പ്രസിഡന്റായാൽ ലോകം തന്നെ ഇല്ലാതായി പോകും. കാരണം അത്ര ശക്തമായ രാജ്യം, അത്ര അധികാരം കൈയാളുന്ന ഒരു പദവി, ആ ഒരു ഉത്തരവാദിത്വം. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് അധികാരം വർദ്ധിക്കും. അതുകൊണ്ടാണ് ഇത് 4 കൊല്ലമായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുള്ളതും 2 ടേമിൽ കൂടുതൽ മത്സരിക്കാൻ പാടുള്ളത് അമേരിക്കൻ ഭരണഘടന ഭേദഗതി ചെയ്ത് വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തൊക്കെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ട് വരും. കാരണം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഞാനിപ്പോ ഇത് ഒറ്റപ്പെട്ട പ്രതിഭാസമേ അല്ല, പക്ഷേ ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഉദാഹരണങ്ങളെല്ലാം കമ്മ്യൂണിസവുമായിട്ട് ബന്ധപ്പെട്ടാണ്, കേരളവുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടാണ്. EMSനെയാണ് പുള്ളി ഒരു ജനാധിപത്യത്തിന്റെ മൂർത്ത രൂപമായിട്ട് ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നത്. മറിച്ചായിരുന്നെങ്കിൽ നെഹ്റുവിനെയാണ് കാണിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പ്രേമേന്ദ്രന്റെ കാര്യം പറഞ്ഞത്. മോഡിയെ പരോക്ഷമായി കുറ്റപ്പെടുത്താൻ പ്രേമേന്ദ്രൻ ഉപയോഗിച്ചത് നെഹ്റുവിന്റെ ഉദാഹരണമാണ്, പിന്നെ വാജ്പേയിയുടെ ഉദാഹരണമാണ്. അത് രണ്ടിന്റെയും അത് നൽകുന്ന സൂചന വളരെ വ്യക്തമാണ്. കാരണം മോഡിയെ പോലെ, ഈ നെഹ്റുവിനെ പോലെ അല്ല, വാജ്പേയിയെ പോലെയും അല്ല നരേന്ദ്രമോദി എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതവിടെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് വ്യംഗ്യമായിട്ടാണെങ്കിലും കാണിക്കാനും കഴിഞ്ഞു. തീർച്ചയായും ശ്രീ എമൻ കാരശ്ശേരി, ഇവിടെ ഇപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചർച്ചകൾ MT വാസുദേവൻ നായരുടെ വാക്കുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. വളരെ ഗൗരവമുള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. ഏതൊരു ഭരണത്തിലിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചും ആത്മപരിശോധന നടത്താനും കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും ഉതകുന്ന തരത്തിലുള്ള വാക്കുകളായി നമ്മൾ അതിനെ കാണണം. പക്ഷെ ആ നിലയ്ക്കാണോ നമ്മുടെ നാട്ടിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്? രേണുക, MTയുടെ പ്രസംഗം വാസ്തുവിൽ അദ്ദേഹത്തിന്റെ പഴയ ഒരു പ്രബന്ധമാണ്. 1998 EMS മരിച്ചുപോയി. 98ലോ 99ലോ എഴുതിയ EMSനെ സംബന്ധിക്കുന്ന ഒരു അനുസ്മരണ ലേഖനമാണ് സ്നേഹാദരങ്ങളോടെ എന്ന് 2003 ഇറങ്ങിയ പുസ്തകത്തിൽ വന്നത്. ആ പുസ്തകത്തിൽ നിന്ന്, അതുപോലെ അദ്ദേഹത്തിന്റെ പല ലേഖന സമാഹാരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്തൊരുക്കിയ പുസ്തകമാണ് MT തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്നുള്ളത്. അതിൽ നിന്ന് കൃത്യമായിട്ട് പകർത്തിയിട്ടാണ് MT സ്റ്റേജിലെത്തിയത്. അപ്പോ ഒരു 20 കൊല്ലം മുമ്പ് വന്ന ഒരു പുസ്തകത്തിലെ ഒരു ലേഖനം ഇന്ന് പ്രസക്തമാണ് എന്ന് MTക്ക് തോന്നുന്നു. എന്താ കാരണം? കാരണം അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് പ്രസക്തമാണ്. അപ്പോ MTക്ക് 90 വയസ്സായി. അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ
പ്രായത്തിന്റെ ചില്ലറ ആവശ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ നിർബന്ധിക്കാൻ ആർക്കും പറ്റില്ല. അവര് വന്ന് 2-3 വട്ടം പറഞ്ഞപ്പോ അദ്ദേഹം പോയത് ഇത് പറയാനാണ് എന്നാണ് എന്റെ വിചാരം. അല്ലെ അദ്ദേഹത്തിന് പറഞ്ഞാൽ മതി ഞാൻ വരുന്നില്ല, വയ്യ. അപ്പോ അദ്ദേഹം അവിടെ ചെന്നിട്ട് ഈ ലേഖനത്തിൽ ചരിത്രപരമായ ഒരു ആവശ്യം എന്നാണ് ലേഖനത്തിന്റെ പേര്. ആ ലേഖനത്തിൽ ആദ്യത്തിൽ ഒരു വാക്യവും അവസാനത്തിൽ ഒരു വാക്യവും എഴുതി ചേർത്തു. വേറൊരു മാറ്റവും അതിനകത്ത്. അപ്പോ എന്താണ് റഷ്യയുടെ കാര്യത്തിലുണ്ടായ പാർട്ടി അപജയം, EMSന്റെ യോഗ്യത ഇത്രയാണ് പറഞ്ഞത്. അത് 20 കൊല്ലം കഴിഞ്ഞിട്ടും അത് റിലവന്റ് ആണ് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അത് ഈ സമകാലിക സാഹചര്യം, ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഭരണം, ആ സ്ഥലത്തുള്ള ഇന്നത്തെ കാര്യങ്ങൾ, അപ്പൊ എല്ലാത്തിനും അത് ചേരും. ഇപ്പൊ നേതൃത്വ പൂജ എന്നുള്ള വാക്കൊക്കെ അന്ന് തന്നെ ഉപയോഗിച്ചതാ, ഇപ്പൊ ഉപയോഗിച്ചതല്ല. അപ്പോ ഞാൻ പറയുന്നത്, അദ്ദേഹം ആ വേദിയിൽ സാഹിത്യത്തെ പറ്റി ഒരു വാക്ക് പറഞ്ഞില്ല. അദ്ദേഹം ചലച്ചിത്രകാരനാ, ചലച്ചിത്രത്തെ പറ്റി ഒരു വാക്ക് പറഞ്ഞില്ല. പിന്നെ സാംസ്കാരിക പ്രവർത്തകനാണ്, നമ്മുടെ സമകാലിക സംസ്കാരത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല, രാഷ്ട്രീയത്തെ പറ്റി മാത്രമാണ് പറഞ്ഞത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ MTക്ക് സംസാരിക്കാൻ എന്തൊക്കെ വിഷയമുണ്ട്, പ്രത്യേകിച്ച് സാഹിത്യകാരനല്ലേ. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു, ആ വേദിയിലെ മുഖ്യ പ്രഭാഷകനാണ് MT. അപ്പൊ അദ്ദേഹം ഈ ലേഖനം വല്ലവരും എഴുതിയ ലേഖനമല്ല, അദ്ദേഹം എഴുതിയ ലേഖന, അത് തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് വായിച്ച് അവതരിപ്പിക്കുന്നു. ഏതാണ്ട് 10 മിനിറ്റ് താഴെ എടുത്തിട്ടാണ് അത് അവതരിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അത് പണ്ട് എഴുതിയ ലേഖനം, EMS മരിച്ചപ്പോൾ എഴുതിയ അനുസ്മരണ ലേഖനം, സ്നേഹാദരങ്ങളോടെ എന്നുള്ള സമാഹാരത്തിൽ ചേർത്ത ലേഖനം, പിന്നീട് തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്നുള്ള പുസ്തകത്തിൽ വന്ന ലേഖനം, ഇതൊക്കെ മലയാളികൾ വായിച്ചെങ്കിലും അവരിത് മറന്നു പോകുന്നല്ലോ, അവർ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ഖേദത്തോടു കൂടി ആവണം അദ്ദേഹം അത് വായിക്കുക ചെയ്തത്. അദ്ദേഹം സാധാരണ വല്ല അക്കാദമിയോ വല്ല യൂണിവേഴ്സിറ്റി ഒക്കെ നടത്തുന്ന ഇംഗ്ലീഷിലൊക്കെ പ്രബന്ധം അവതരിപ്പിക്കുമ്പോഴാണ് അദ്ദേഹം എഴുതുക. മറ്റ് സാധാരണയിൽ അദ്ദേഹം പ്രസംഗിക്കാൻ പോകുന്നത് നോട്ട്സ് ഉണ്ടാക്കും, കുറിപ്പൊക്കെ ഉണ്ടാക്കും. അത് നോക്കാറില്ല, അദ്ദേഹം നല്ല ഓർമ്മശക്തികളുണ്ട്. നോട്ട്സ് ഉണ്ടാക്കി അത് കീശയിലിടും, എന്നിട്ട് വാചാപ്രസംഗമാണ് പതിവ്. ഇതങ്ങനെയല്ല ഉണ്ടായത്. ഇത് അതിന്റെ ഗൗരവം മുഴുവൻ അദ്ദേഹം കൊടുത്തു, ആസൂത്രണം ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തെ കണ്ട NE സുധീറിനോട് ഞാൻ നാളെ ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഗൗരവം, അത് ഏത് തരത്തിലുള്ള വിവാദമാവും എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. കാരണം അദ്ദേഹം അനവധി കാലം പത്രപ്രവർത്തകനായിരുന്ന ആളാണ് MT, അനവധി കാലം സിനിമാ പ്രവർത്തകനായിരുന്ന ആളാണ് MT. അപ്പൊ മാധ്യമം എന്താണ് എന്തല്ല എന്നൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അപ്പോ അദ്ദേഹം ഉദ്ദേശിച്ചത്, സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ വ്യാഖ്യാനങ്ങൾക്ക് തനിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ദേശാഭിമാനി റിപ്പോർട്ട് മുഴുവൻ ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് MT പറഞ്ഞ കാര്യങ്ങൾ പിൻവലിച്ചതായിട്ടോ മാറ്റി പറഞ്ഞതായിട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോ അദ്ദേഹം ആരും പേര് പറഞ്ഞില്ല എന്നുള്ളത് സത്യമാണല്ലോ. അതില് കാരണം അദ്ദേഹം 98-ലോ 99-ലോ എഴുതിയൊരു ലേഖനമാണ്. ആ ലേഖനം എങ്ങനെയാണ്, ആ ലേഖനമാണെന്ന് പറയുന്ന കൂട്ടത്തിൽ അത് മോദിയെ പറ്റിയാണ് CPM-കാര് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. PP ജയരാജൻ പറഞ്ഞത് മോദിയെ പറ്റിയാണ്. അപ്പൊ മോദി പ്രധാനമന്ത്രിയാകുന്നത് 2014-ലാണ്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നത് 2016-ലാണ്. അപ്പൊ ഒരു എഴുത്തുകാരന്റെ രീതിയാണത്. അപ്പൊ അധികാരം വേറെന്തല്ല, ആ സമാഹാരത്തില് തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്നുള്ള സമാഹാരം എഡിറ്റ് ചെയ്ത് ഞാനാണ്. അതില് അധികാരവുമായിട്ട് ബന്ധപ്പെട്ട അനവധി ലേഖനങ്ങൾ വേറെ ഉണ്ട്. ഇപ്പൊ നെൽസൺ മണ്ടേലയെ പറ്റിയുണ്ട്, ഹിറ്റ്ലറെ പറ്റിയുണ്ട്, ഹെയ്ത്തിയിലെ ഏകാധിപതിയായിരുന്ന പാപ്പി ഡോക്കിനെ പറ്റിയുണ്ട്. അധികാരത്തിന്റെ പരിവേഷണ ആ ലേഖനത്തിന്റെ പേര്. അതൊന്നുമല്ല, കമ്മ്യൂണിസത്തിന്റെ അപജയം കാണിക്കുന്ന EMSനെ നല്ലത് പറയുന്ന ഒരു ലേഖനം അദ്ദേഹം തെരഞ്ഞെടുത്തത് ഈ ഉദ്ദേശത്തിലാണ് എന്ന് സാമാന്യ ബുദ്ധി ഉള്ള ആർക്കും ആലോചിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് അപ്പോ അദ്ദേഹത്തിന്റെ രീതി അനുസരിച്ച് ഇപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ഒരാളെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുക എന്നൊക്കെ ഉള്ളത് ഇപ്പോ അഴീക്കോട് മാഷോ T പത്മനാഭനോ ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. MT വാസുദേവർക്ക് അങ്ങനത്തെ ഒരു രീതിയില്ല. അദ്ദേഹത്തിന്റെ രീതി ഇങ്ങനെയാണ്. അത് വളരെ കലാപരമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പോ മോദിക്ക് ചേരും എന്ന് അവർ പറയുകയാണെങ്കിൽ, മോദിക്കും വിജയനും ചേരുന്ന ചില കാര്യങ്ങൾ ഉണ്ടെന്ന് വരുന്നത് വിജയന് മേനിയാണോ എന്ന് അവർ ആലോചിക്കേണ്ടതാണ്. ഒരു ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിക്കും BJP-യുടെ പ്രധാനമന്ത്രിക്കും ചേരുന്ന കാര്യങ്ങൾ പലതും തുല്യമാണ് എന്ന് വരുന്നത് പിണറായി വിജയൻ അന്തസ്സാണോ എന്ന് അവരാലോചിക്കണം.
കാരശ്ശേരി മാഷ് കേൾക്കാമോ? ഇവിടെ കേൾക്കാം, തുടർന്നോളൂ. ശ്രീകുമാർ സാറിന് കോൾ വന്നതാണെന്ന് തോന്നുന്നു. അദ്ദേഹം കട്ടായിരിക്കും, നമുക്ക് അദ്ദേഹത്തിലേക്ക് വരാം, അദ്ദേഹം ജോയിൻ ചെയ്യുമായിരിക്കും. ശ്രീകുമാർ, താങ്കൾ കുറച്ചു നേരമായി, താങ്കളിലേക്ക് വരാൻ വൈകിയതിൽ ക്ഷമിക്കുക. അതിപ്പോൾ കാലം ആവശ്യപ്പെടുന്ന ഒരു പ്രസ്താവന എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. ഇതിപ്പോൾ താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണല്ലോ. മാധ്യമങ്ങൾ തെറ്റായി ചമച്ച, അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് വസ്തുതാവിരുദ്ധമായി പ്രചരിപ്പിക്കുന്ന കാര്യം എന്ന നിലയിൽ മാധ്യമങ്ങൾക്ക് എല്ലാ കാര്യത്തിലും എന്ന പോലെ വലിയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ നേരിടേണ്ടി വരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾ വളച്ചൊടിച്ച, കെട്ടിച്ചമച്ച കാര്യങ്ങളാണോ ഇവിടെ ചർച്ചയാകുന്നത്? കൃത്യമായല്ലേ MT കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്? അതിനെ പോലും ആ നിലയിൽ മാധ്യമങ്ങളുടെ സൃഷ്ടി എന്ന നിലയിൽ വ്യാഖ്യാനിക്കുകയാണോ വേണ്ടത്? അതോ അതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതുണ്ട് എങ്കിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണോ യഥാർത്ഥത്തിൽ വേണ്ടത്? ശ്രീമതി രേണുക, ഇതിലത്തെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, MT അവിടെ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം അതിനെ ഈ പിണറായി വിജയനുമായി ബന്ധപ്പെടുത്തി വാർത്തകൾ പ്രചരിച്ചു. MT അത് നിഷേധിച്ചില്ല. പക്ഷെ CPM പെട്ടെന്ന് എടുത്തു പറഞ്ഞത് മോദിയെക്കുറിച്ചാണെന്ന്. അപ്പോൾ അതിൽ ഒരു കുത്തുവാക്കുണ്ടെന്ന് CPM മനസ്സിലാക്കി. അതുകൊണ്ടാണല്ലോ മോദി എന്ന് പറഞ്ഞത്. അപ്പോൾ ആ കുത്തുവാക്ക് മോദിയെക്കുറിച്ചല്ല, അത് പിണറായിയെക്കുറിച്ചാണെന്ന് അത് കേട്ട എല്ലാ സാഹിത്യകാരന്മാരും, അവരാരും കോൺഗ്രസിന് വേണ്ടി പൊതുരംഗത്ത് പ്രസംഗിക്കാൻ വരുന്നവരല്ല. കോൺഗ്രസ് അനുഭാവികളായ 1-2 പേരേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ എന്താ പറയുക, നിഷ്പക്ഷമതികളെന്നോ അല്ലെങ്കിൽ കാര്യങ്ങൾ അപഗ്രഥിച്ച് പറയുന്നവരൊക്കെയാണ്. അപ്പോൾ അതിനുശേഷം CPM ഇന്ന് രാവിലെ തൊട്ട് പറഞ്ഞത് വൈകുന്നേരമായപ്പോൾ അവർ മാറ്റി പറഞ്ഞു. അവരെന്താ വൈകുന്നേരമായപ്പോൾ പറഞ്ഞത്, ഇത് ആ രീതിയിലേക്കല്ല ചർച്ച പോകേണ്ടിയിരുന്നത്. MT വാസുദേവൻ നായർ പൊതുവായി പറഞ്ഞ ഒരു കാര്യം ആ നിലയ്ക്ക് ചർച്ച ചെയ്യേണ്ടതിന് പകരം അത് പിണറായിയിലേക്ക് ഒതുക്കി എന്ന് പറഞ്ഞ് അവർ തിരുത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് വ്യക്തമായ രാഷ്ട്രീയം അതിലുണ്ടായിരുന്നില്ല, വ്യക്തമായ നിഗമനം അതിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മന്ത്രി MP രാജേഷ് ഉൾപ്പെടെ പറഞ്ഞത് 2003 എഴുതിയ ലേഖനം എന്നാണ്. ഇപ്പോൾ കാരശ്ശേരി മാഷ ഉണ്ടല്ലോ, എൻ്റെ അഭിപ്രായത്തിൽ ആ ലേഖനം 2003 എഴുതിയതല്ല. മാഷ ഉണ്ടെങ്കിൽ തിരുത്തണം. ഞാൻ അറിഞ്ഞത് അത് അതിനു മുമ്പ് എഴുതിയിട്ട് 2003 അത് പ്രസിദ്ധീകരിച്ചതാണ് പുസ്തകമായിട്ട്. തൃശ്ശൂർ കറണ്ട് ബുക്സാണ് അത് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതിലൊരു ലേഖനം ഇതാണ്, അതായത് EMSനെ കുറിച്ചാണ്. ആ EMSനെ കുറിച്ചുള്ള ലേഖനം 2003 എഴുതി അത് AK ആന്റണിയെ കുറിച്ചാണെന്ന് ഇവരിപ്പോൾ പ്രചരിപ്പിച്ച് നടക്കുക. ഒരു കാര്യം ആലോചിക്കണം, AK ആന്റണി മുഖ്യമന്ത്രി ആയപ്പോഴാണ് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായിട്ട് MT വാസുദേവൻ നായരെ വെച്ചത്. അന്ന് AK ആന്റണി MTയോട് പറഞ്ഞത് സർവ്വവിധ സ്വാതന്ത്ര്യവും എന്നാ പറഞ്ഞത്. എന്നിട്ട് അന്ന് അദ്ദേഹം എക്സിക്യൂട്ടീവിലേക്കും ജനറൽ കൗൺസിലിലേക്കൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട മാർക്സിസ്റ്റുകാരടക്കമുള്ള പ്രവർത്തകർ, സാഹിത്യകാരന്മാരുണ്ടായിരുന്നു. അത്ര സ്വാതന്ത്ര്യം AK ആന്റണി MTക്ക് കൊടുത്തു. ആ MT അന്ന് AK ആന്റണിയെ കുറിച്ചാണ് പറഞ്ഞതെന്ന് CPMകാർ പറഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ട് അവർ ഉപയോഗിച്ചോട്ടെ. പക്ഷേ അത് അറിയുന്നവരൊക്കെ CPMനെ പുച്ഛിക്കും. അത് അവർ തള്ളിക്കളയല്ല, പുച്ഛിക്കും. ഇത്രയും വിവരക്കെട്ടവരാണല്ലോ എന്ന്. CPM എന്താ ചെയ്യേണ്ടത്? ഞങ്ങളിത് ഉൾക്കൊള്ളില്ല എന്നവർ പറയുന്നത്. MT വാസുദേവൻ നായർ പറഞ്ഞ ഞങ്ങൾ ഉൾക്കൊള്ളില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഉൾക്കൊള്ളില്ലെന്ന് പറയുക മാത്രമല്ല, MT ഉദ്ദേശിക്കാത്തത് അവർ പറഞ്ഞു മോദിയെ കുറിച്ചാണെന്ന്. അവർക്ക് നിർഭാഗ്യവശാൽ അവർക്ക് സാറാ ജോസഫിന്റെ പിന്തുണ കിട്ടി. 140 കോടി ജനങ്ങളുടെ കാര്യമാണ് MT പറഞ്ഞതെന്ന് സാറാ ജോസഫിന് വ്യാഖ്യാനം കൊടുത്തു. അതിപ്പോൾ കുറച്ചു കാലമായിട്ട് എനിക്ക് തോന്നുന്നു സാറ ടീച്ചർക്ക് CPMനോട് പണ്ടുണ്ടായിരുന്നൊരു വൈരാഗ്യം ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. എനിക്കറിയില്ലത്. ബാക്കി ആരാ പറഞ്ഞേ? NS മാധവൻ തൊട്ട് എല്ലാവരും, കൽപ്പറ്റ നാരായണനാണെങ്കിലും NS മാധവനാണെങ്കിലും സകലമാന പേരും MTയെ ഇന്റർവ്യൂ ചെയ്ത് സുധീറും അടക്കം പറഞ്ഞു അത് പിണറായി വിജയനെ കുറിച്ചാണെന്ന്. അപ്പൊ എന്താ പാർട്ടി എന്താ പറയേണ്ടത്? പിണറായി വിജയനെ കുറിച്ച് MT അങ്ങനെ പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ വന്നതാകാം, ഞങ്ങളത് തിരുത്തും എന്ന് മാന്യമായി പ്രതികരിക്കുകയല്ലേ വേണ്ടത്. അതിന് പകരം ഈ കള്ളത്തരൊക്കെ വിളിച്ചു പറയാണോ? ഇനി വേറെ കാര്യം നിങ്ങൾ ആലോചിക്കും. ഇവിടെ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, ഒരു 5-6 മാസമായിട്ട് കേരളത്തിൽ നടക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ, നവകേരള സദസ്സ്, അതുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ, അതിനോടുള്ള സമീപനം, ഇതെല്ലാം കാണുന്ന ആർക്കാണ് പ്രതികരിക്കാതിരിക്കാൻ തോന്നുക? യൂത്ത് കോൺഗ്രസ് സമരത്തെ ഒന്നും ന്യായിക്കണ്ട, പക്ഷേ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചത് രക്ഷാപ്രവർത്തനമാണെന്നൊരു മുഖ്യമന്ത്രി പറയുമ്പോൾ ആരായാലും പ്രതികരിച്ചു പോകും. അപ്പൊ MT എന്താ പറഞ്ഞത്? അതിന്റെ തുടക്കം അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ ചരിത്രപരമായി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നാളെ ചരിത്രത്തിൽ ചോദിക്കും ആളുകൾ, എന്ത്
ഇത്തരമൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായപ്പോൾ എം ടി വാസുദേവൻ നായർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന ചോദ്യം ഉണ്ടാകാതിരിക്കാനാണ് അദ്ദേഹം കൃത്യമായിട്ട് ഇന്നലെ ആ വേദിയിൽ അത് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം, CPM-ന്റെ മുഖപത്രത്തിൽ ഇങ്ങനെ എം ടി അത് തങ്ങളെക്കുറിച്ചല്ല പറഞ്ഞതെന്ന് പറഞ്ഞൊരു വാർത്തയുണ്ടെന്ന് പറഞ്ഞു. എം ടി പിണറായിയെ കുറിച്ചല്ല പറഞ്ഞതെന്ന് CPM-ന്റെ മുഖപത്രത്തിൽ അവരെഴുതിയാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം എം ടി പറഞ്ഞിട്ടില്ല പിണറായി വിജയനെ കുറിച്ചാണെന്ന്. എം ടി പറഞ്ഞത് എന്താണ്? പൊതുവായ കാര്യങ്ങൾ പറഞ്ഞത് കേരളത്തെ ദേശാഭിമാനിയോട് സ്ഥിരീകരിച്ചു എന്നുള്ള തരത്തിലാണ്, ദേശാഭിമാനിയോട് അങ്ങനെ പറഞ്ഞു എന്ന തരത്തിലാണ് അവർ ആ വാർത്ത അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ എന്താ പറഞ്ഞത്? ഞാന് മറ്റേ പറഞ്ഞത് പിണറായിയെ കുറിച്ചല്ല എന്ന് പറഞ്ഞ പിണറായിയെ കുറിച്ച് അല്ലല്ലോ പറഞ്ഞത്. പിണറായിയെ കുറിച്ചാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ടല്ലേ പറഞ്ഞത്, അല്ലാണ്ട് പിണറായിയുടെ പേരെടുത്ത് അദ്ദേഹം പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞ അവസാനത്തെ ഇവര് 2003 എഴുതിയ ലേഖനം വരുമ്പോൾ പറഞ്ഞു കൊടുക്കണ്ടല്ലോ AK ആന്റണിക്കെതിരെ. അത് കാരശ്ശേരി മാഷ് ഒന്നുകൂടെ വിശദീകരിക്കുന്ന വിചാരിക്കുന്നത്. ആ ലേഖനം എഴുതി എനിക്ക് തോന്നുന്നത് 90-കളുടെ അവസാനത്തിലാന്ന് തോന്നുന്നു, EMS മരിച്ച ശേഷം. അതിൽ കുറെ പ്രമുഖരുടെ ലേഖനങ്ങളൊക്കെ പ്രമുഖരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, നടന്മാര്, അതുപോലെ ഒരുപാട് വ്യക്തികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എം ടിയുടെ ആ ലേഖനത്തിൽ എം ടി കൂട്ടിച്ചേർത്ത് ഒറ്റ വരിയേ ഉള്ളൂ. എന്താണ് ആ വരി? ഇത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞത് അതായിരുന്നു EMS എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ആരെ കുറിച്ചാണ്? ഇനി അത് മാത്രമല്ല, പിണറായി വിജയൻ ആ വേദിയിൽ ഇരുന്നിട്ട് അദ്ദേഹം ഇറങ്ങി പോയല്ലോ. ഇത്രയും വിവാദം ഉണ്ടായെങ്കിൽ എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എം ടി വാസുദേവൻ നായരെ വിളിച്ച് ചോദിക്കുകയോ അല്ലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു ഇവർ ഈ പറഞ്ഞൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇറക്കാമല്ലോ. എം ടി ഉദ്ദേശം ഞങ്ങളെ കുറിച്ചല്ല എന്നെന്താ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയാതിരുന്നത്? പറഞ്ഞാൽ കൈ വീണ്ടും പൊള്ളും. സാധാരണ ഇപ്പൊ CPM മുഖപത്രത്തിനോട് എം ടി പറഞ്ഞു, എന്താണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ മുഖപത്രത്തിൽ വന്നത് സ്ഥിരീകരിച്ച് പ്രസ്താവന ഇറക്കാതിരുന്നത് എന്താ? ഇവരൊക്കെ പറയുന്നത് ഈ മന്ത്രിമാരാണെങ്കിലും മറ്റുള്ളവരും പറയുന്നത് ആ 2003 ലേഖനത്തെ കുറിച്ച് മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി, CPM-ന് മനസ്സിലാകാത്തത് എം ടി വാസുദേവൻ നായർ പറഞ്ഞാലും ഞങ്ങൾ ഉൾക്കൊള്ളില്ല എന്നുള്ള ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് എക്കാലത്തും ജയചന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം അല്പം വൈകിയാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ശ്രീ M. ജയചന്ദ്രൻ, അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ടായിരുന്നു, MN കാരശ്ശേരി ഉണ്ടായിരുന്നു, ശ്രീകുമാർ, N. ശ്രീകുമാർ, ഈ 3 പേരാണ് നമ്മളുടെ ചർച്ചയിൽ ഇതിനകം സംസാരിച്ചത്. 3 പേരും പറയുന്നത് മുഖ്യമന്ത്രി, വേദിയിലിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ പ്രസംഗം നടത്തിയത്. ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഈ പ്രസംഗം എന്നതാണ്. ഇപ്പോൾ വൈകി CPM പ്രസംഗത്തിൽ പുതുമയില്ല എന്ന് കണ്ടെത്തുന്നു, വിവാദത്തിൽ കക്ഷി ചേരേണ്ട എന്ന ഒരു തീരുമാനമെടുക്കുന്നു, പൊതുവായി പറഞ്ഞ പ്രസ്താവനയാണ് എന്ന ഒരു നിലയിൽ ഇതിനെ സമീപിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആദ്യം EP ജയരാജനെ പോലെയുള്ളവർ ഇതിൽ പ്രതികരിച്ച് ഇത് ഞങ്ങളെയല്ല എന്ന് പറഞ്ഞ് ആണോ ഈ വിവാദം ഈ നിലയിൽ എത്തിച്ചത്? അവർ ആത്മാർത്ഥമായി ചെയ്തതാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിൽ? പല വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നുണ്ട്. ചില രാഷ്ട്രീയ നേതാക്കൾ, BJP പ്രവർത്തകരൊക്കെ EP-യുടെ പ്രതികരണത്തെ കുറിച്ച് തന്നെ ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നത്? ഇതിപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ വിവാദമാക്കുന്നത് ആരാണ് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിന്റെ ഉത്തരം കിട്ടാനായിട്ട് വേറെ കാര്യമൊന്നുമില്ല. കാരണം ഇത് 20 വർഷം മുമ്പ് ഒരു പുസ്തകത്തിൽ എടിച്ചു ചേർത്ത MDയുടെ ലേഖനം അദ്ദേഹം ഇന്നലെ പുനരാനയിക്കുമ്പോൾ അദ്ദേഹം എന്താണ് കരുതുന്നത് എന്നുള്ളതാണല്ലോ ചർച്ചാ വിഷയമാവേണ്ടത്. അദ്ദേഹം എന്താണ് അതുകൊണ്ട് കരുതുന്നത്? അദ്ദേഹം കരുതുന്നത് പിണറായി വിജയനെയാണ് എന്നാണ് വ്യാപകമായ വിമർശനം വന്നത്. ആ വിമർശനം വന്നതിന് പിന്നാലെ താങ്കൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇടപെടുന്നു എന്ന് തോന്നരുത്. ഇത്രയധികം പേർ പറഞ്ഞതിന്റെ കൂടി ഒരു ഉത്തരം താങ്കൾക്ക് പറയേണ്ടതുള്ളൂ എന്ന് എനിക്കറിയാം. ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി വേദിയിലിരിക്കെയായിരുന്നു പ്രസംഗം എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഏതെങ്കിലും മാധ്യമം ഇത് മുഖ്യമന്ത്രിയാണ് എന്ന് റിപ്പോർട്ട് ചെയ്തു എന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രി വേദിയിൽ ഇരിക്കുകയായിരുന്നു MT വാസുദേവൻ നായർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതാണോ മാധ്യമങ്ങൾ ചെയ്ത തെറ്റ്? അതോ EP ജയരാജൻ 2014 അധികാരമേറ്റ മോദിയെ കുറിച്ചാണ് 20 വർഷം മുമ്പ് എഴുതിയ ഈ ലേഖനം ആവർത്തിക്കുന്നത് എന്ന് പറഞ്ഞതിലാണോ വിവാദം തുടങ്ങുന്നത്? ആരാണ് ഇവിടെ ഇത് ഈ രീതിയിലുള്ള ചർച്ചകളിലേക്ക് വഴിതിരിച്ചു വിട്ടത്? ഇത്രയൊന്നും ആവേശത്തിന്റെ ആവശ്യമില്ലെന്നേ ഞാൻ ഒന്ന് പറയട്ടെ. എന്നോട് ചോദ്യത്തിന് മറുപടി പറയാനുള്ള സാവകാശം എനിക്ക് തരൂ പ്ലീസ്. ഞാൻ പറഞ്ഞല്ലോ
ഇത് പിന്നെ ഇത് മുഖ്യമന്ത്രിയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് ഈ ചർച്ചകളിലൊക്കെ കണ്ടത്. പിന്നെ എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീകുമാറും ഞാനുമായിട്ട് ഉച്ചയ്ക്ക് മാതൃഭൂമി ചർച്ചയിലാണ് ആദ്യം പങ്കെടുക്കുന്നത്. ഈ വിഷയം അവിടെ മുതൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷേ ഈ ചർച്ചയിൽ പിണറായി വിജയനെ അല്ല, സംസ്ഥാന സർക്കാരിനെ അല്ല താൻ ഉദ്ദേശിച്ചത് എന്ന് MT പറഞ്ഞാലും അതാരും അംഗീകരിക്കില്ല. ജനം ചാനലിൽ കുറച്ചു മുമ്പ് ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയം, അന്നേരം അവർ പറഞ്ഞത് മുഖ്യമന്ത്രി MTയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി, സമ്മർദ്ദം ചെലുത്തി. ഉടനെ MT തിരുത്തി. എത്ര ലളിതമായിട്ടാണ് പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ്? ആയിക്കോട്ടെ, നിങ്ങൾ ആ ഒരു നിലപാടിലും എത്തിക്കോളൂ. അതിനൊന്നും എനിക്ക് തർക്കമൊന്നുമില്ല. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ കഴിയൂ. ജയശങ്കറിന്റെ അഭിപ്രായം മുമ്പേ പറയാൻ ഞാൻ കേട്ടിരുന്നു. അതൊക്കെ അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ. പക്ഷേ MT ആണല്ലോ പറഞ്ഞത്, ഞാൻ മുഖ്യമന്ത്രിയോ സംസ്ഥാന സർക്കാരിനെയോ അല്ല ഉദ്ദേശിച്ചത്. അത് മാത്രം മതി, അത്ര മതിയെന്നേ. അദ്ദേഹം മഹാനായ മലയാളിയാണ്. അദ്ദേഹത്തിന്റെ നിലപാട് ജയചന്ദ്രൻ അദ്ദേഹം ഞാൻ പറയട്ടെ, അത് ഞാനൊന്ന് പറഞ്ഞു കൊടുത്തോട്ടെ. അതെ, അല്ല എന്തിനാണ് താങ്കൾ ഇങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരുന്നത്? എന്തിനാണ്? ഞാനത് പറഞ്ഞോട്ടെ. താങ്കൾ ഈ പറഞ്ഞതിലാണ് എനിക്ക് അദ്ദേഹം പൊതുവേദിയിലാണ് പറഞ്ഞോളൂ, എനിക്ക് അറിഞ്ഞൂടെ? അത് താങ്കൾ പറഞ്ഞിട്ട് വേണ്ട എനിക്ക് മനസ്സിലാവാൻ. അതെങ്കിലും അംഗീകരിക്കൂ പ്ലീസ്. ഈ വിശദീകരണം എന്നത് പൊതുവേദിയിലല്ല, അദ്ദേഹം ഒരു കുറിപ്പ് പോലും ഇറക്കിയിട്ടില്ല. അല്ല, അപ്പൊ അത് നുണയാണ് എന്നാണോ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. അല്ല MTയുടെ വിശദീകരണം നുണയാണ് എന്നാണെങ്കിൽ അത് പറയൂ. അദ്ദേഹത്തിന്റെ പേരിൽ മറ്റാരും ഇറക്കിയതാണെന്നാണ് താങ്കളുടെ കാഴ്ചപ്പാട്, അങ്ങനെ പറഞ്ഞോളൂ. അദ്ദേഹത്തിന് MT അറിയാം. അല്ലെ, ദേശാഭിമാനി പത്രത്തിലാണ് വന്നത്. ആ MTയുടെ പേരിൽ മറ്റാരും ഇറക്കിയതാണെന്ന് ഒരു വ്യാജ ചിത്രീകരണമാണത് എന്ന് പറഞ്ഞോളൂ. അതുകൊണ്ട് പൂർത്തിയാക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അത് പറയൂ. താങ്കൾ എവിടെ നിന്നാണ് അത് ഉൾക്കൊണ്ടത് എന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നമുക്കൊന്നും കിട്ടിയില്ല, നമ്മൾക്ക് റിലീസ് കിട്ടിയിട്ടില്ല, അദ്ദേഹത്തിന്റെ പ്രതികരണം കിട്ടിയിട്ടില്ല, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പിന്നീട് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എവിടെ നിന്നാണ് താങ്കൾക്ക് ആ വിവരം ലഭിച്ചത് എന്ന് ഞാൻ ചോദിച്ചു. അതല്ലല്ലോ, അങ്ങനെ ചോദിച്ചില്ലല്ലോ. അതിപ്പോഴല്ലേ ചോദിക്കുന്നത്. എനിക്ക് കിട്ടിയത് കോഴിക്കോട്ടെ എൻ്റെ ഒരു മാധ്യമ സുഹൃത്താണ് എനിക്കത് അയച്ചു തന്നത്. കോഴിക്കോട്ടെ, മറ്റാരും അല്ല. എനിക്ക് ദേശാഭിമാനിയുടെ കിട്ടിയതല്ല, CPM കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടിയതല്ല. പിന്നെ CPM-കാരനല്ലാത്ത ഒരു മാധ്യമ സുഹൃത്ത് കോഴിക്കോട്ട് നിന്നാണ് എനിക്കത് അയച്ചു തന്നത്. അദ്ദേഹത്തിന്റെ അതാണ് എനിക്ക് കിട്ടിയ സാധനം. കുറിപ്പല്ല, അദ്ദേഹത്തിന്റെ പ്രതികരണം ഇക്കാര്യത്തിലുള്ളത്. അതാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അത് MTയുടെ അല്ലെങ്കിൽ പിന്നെ താങ്കൾക്ക് അങ്ങനെ തെളിയിക്കാമെങ്കിൽ തെളിയിച്ചോളൂ. എനിക്ക് അത് സംബന്ധിച്ച് ആരാണ് അയച്ചതെന്നൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. അത് സംബന്ധിച്ച് MTയുടെ അല്ലെന്നുണ്ടെങ്കിൽ പോലീസും കേസും അന്വേഷണമൊക്കെ വരുമല്ലോ. അപ്പൊ ഞാനും കക്ഷിയാവുമല്ലോ. അവിടെ കൊടുത്താൽ പോരെ? കൊടുത്തേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് കിട്ടിയത് കോഴിക്കോട്ടെ മാർക്സിസ്റ്റുകാരല്ലാത്തൊരു മാധ്യമപ്രവർത്തകനാണ് എന്ന് അത്രയും ഞാൻ പറയാം. അതെനിക്ക് പിന്നെ പറയുന്നതിന് മടിയൊന്നുമില്ല. അതാണ് വസ്തുത. അപ്പൊ അത് MTയുടേതല്ല എന്നാണല്ലോ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വ്യാഖ്യാനം വന്നേക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം അത് MT പറഞ്ഞത് തന്നെയാണ്. ഞാൻ നെറ്റ്വർക്ക് ഡൗൺ ആണെന്ന് തോന്നുന്നു. ശ്രീകുമാർ, താങ്കൾ മാധ്യമപ്രവർത്തകൻ കൂടിയാണല്ലോ. അദ്ദേഹത്തിൻ്റെതായ ദേശാഭിമാനിയിൽ വന്ന വിശദീകരണം നമ്മൾ കണ്ടു. അതിനപ്പുറം അദ്ദേഹത്തിന്റെ പ്രതികരണമായി താങ്കൾ അതിനെ കാണുന്നുണ്ടോ ശ്രീകുമാർ? അല്ല, അങ്ങനെയാണെങ്കിൽ MT വാസുദേവൻ സുധീറിനോടാണല്ലോ പ്രതികരിക്കേണ്ടിയിരുന്നത്. സുധീർ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. സുധീർ പറഞ്ഞു, അത് നേരത്തെ നമ്മുടെ ജയശങ്കർ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണ്. തലേന്ന് ഞാൻ MTയെ പോയി കണ്ടു. അപ്പൊ നാളെ ചെയ്ത് പറയുന്ന അദ്ദേഹം പറഞ്ഞു, അത് പറയുകയും ചെയ്തു. അത് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല, MT നിഷേധിച്ചിട്ടില്ല. ഇന്ന് കൈരളി ചാനല് ഇത് നമുക്ക് രസകരമായ കാര്യമാണ്. കൈരളി ചാനലിൽ ഈ വിഷയം ചർച്ച ചെയ്തു. അവര് വിളിച്ചത് സാധാരണ അവരെല്ലാവരും വിളിക്കും. ഇത് അവരുടെ ആളുകളെ മാത്രം വിളിച്ചിട്ട് ചർച്ച ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അവരുടെ ആളുകളെ മാത്രം ചർച്ച, ഏകപക്ഷീയമായ ചർച്ച. ഞാൻ ആദ്യമായിട്ട് ഈ അടുത്ത കാലത്ത് ഇങ്ങനെ കാണുന്നത്. കാരണം വെച്ചാൽ വേറൊരാൾ വന്നാൽ സത്യം പുറത്താവും. അപ്പൊ ആരെയും വിളിക്കാതെ അതെ, മാപ്രകൾ. അപ്പൊ അത് അത്രയും അരിശം വന്നു. മാപ്രകൾ എന്ത് ചെയ്തു? ഇവിടെ MT പ്രസംഗിച്ചത് ഇവര് പറഞ്ഞ പോലെ ആ പുസ്തകത്തിലുള്ളതാണ്, ശരിയാണ്. ആ ലേഖനം 2003 എഴുതിയതാണോ എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ തർക്കം പറഞ്ഞത്. ആ ലേഖനത്തിൽ ഉള്ളതാണ്. അതിൽ മുകളിലും അടിയിലും ഓരോ വാചകങ്ങൾ അദ്ദേഹം എഴുതി ചേർത്ത് പറഞ്ഞു, ഞാനിത് പറയുന്നു പറഞ്ഞു.
അത് കാലികമാണെന്ന് പറഞ്ഞു. അതെല്ലാവരും അത് മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണെന്ന് പറഞ്ഞു. MT അത് നിഷേധിച്ചില്ല. മാത്രമല്ല കേട്ട പാതി കേൾക്കാത്ത പാതി മോദിയെ കുറിച്ചാണെന്ന് ജയരാജൻ പറയുകയും ചെയ്തു. അപ്പൊ മോദിയെ കുറിച്ച് പറഞ്ഞു എന്ന് ഇവരെങ്ങനെ മനസ്സിലാക്കി? ഇപ്പോഴത്തെ സാഹിത്യകാരന്മാർ ഒറ്റ ആൾ പോലും പറഞ്ഞില്ല മോദിയെ കുറിച്ചാണെന്ന്. ആകെപ്പാടെ പറഞ്ഞ സാറ ടീച്ചറാ. പിന്നെ ഞാനും പറയുന്നു അത് എല്ലാ ഏകാധിപതികൾക്കും എതിരായിട്ടുള്ള സന്ദേശമാണ്, ശരിയാണ്. പക്ഷേ അത് പറയാൻ വേണ്ടി ഒരാളെ മുന്നിൽ നിർത്തി. ആ ആളുടെ പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ്. അതിൽ മാറ്റമില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. അതിനൊപ്പം നിന്ന് സംസാരിക്കാനായിട്ട് CPM ഇപ്പൊ കഴിയാത്തതുകൊണ്ട് അവര് AK ആന്റണിയിലേക്ക് എത്തിക്കുകയാണ് കാര്യങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർക്ക് ധൈര്യമില്ല, MTക്കെതിരെ നീങ്ങാൻ ഇവർക്ക് ധൈര്യമില്ല. കാരണം MT വാസുദേവൻ നായരിൽ നിന്നും ഒരിക്കലും അവർക്ക് പ്രതീക്ഷിച്ചില്ല. എന്താ അറിയാമോ? ഞാൻ തോന്നുന്നത് സുകുമാർ അഴീക്കോട് മരിച്ച ശേഷം, എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന ആളാണ് സുകുമാർ അഴീക്കോട് സാറ്. അഴീക്കോട് സാറ് മരിച്ച ശേഷം ഇതുപോലെ വെട്ടിത്തുറന്ന് അഭിപ്രായം പറഞ്ഞ ആദ്യത്തെ ആളാണ് MT വാസുദേവൻ നായർ. അതിനിടയ്ക്ക് ഇപ്പൊ കാരശ്ശേരി മാഷും അതുപോലെ മറ്റേ നമ്മുടെ കൽപ്പറ്റ നാരായണ മാഷൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ഈ സുകുമാർ അഴീക്കോടിന്റെ ആ ഒരു ശ്രേണിയിൽ വരുന്ന ഒരാള് MT, അദ്ദേഹത്തിന് ഇത് പറയേണ്ടി വന്നത് എനിക്ക് തോന്നുന്നത് ഈ നവകേരള സദസ്സിലെ കൊള്ളരുതായ്മകൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. അത് നാളെ MT തിരുത്താത്രത്തോളം കാലം അത് തന്നെയാണ് നമ്മളുടെ മനസ്സിലുണ്ടാവുക. തീർച്ചയായും. ശ്രീ M ജയചന്ദ്രൻ, ഇവിടെ പ്രസംഗത്തിൽ പുതുമയില്ല എന്നതും വിവാദത്തിൽ കക്ഷി ചേരേണ്ട എന്നതും CPM തീരുമാനിച്ചത് വൈകിപ്പോയി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? മറ്റൊന്ന്, EMSന് ശേഷം ചൂണ്ടിക്കാണിക്കാൻ അതുപോലെ ഒരു ഭരണാധികാരിയെ എടുത്തു കാട്ടാൻ MT വാസുദേവന് ഇല്ല എന്നത് ഒരു സ്വയം വിമർശനപരമായി വേണ്ടേ കാണാൻ? അല്ലാതെ അത് പറഞ്ഞവരെ അതിന് പ്രത്യേക വ്യാഖ്യാനങ്ങൾ കണ്ടെത്തി വിമർശിക്കാൻ കഴിയാത്തത് കൊണ്ട് മറ്റു പല വിധത്തിൽ മാധ്യമങ്ങളുടെ മേലും മറ്റും ചാരി രക്ഷപ്പെടുകയാണോ വേണ്ടത്? അത് ഗൗരവത്തോടെ കണ്ട് തിരുത്തൽ വേണമെങ്കിൽ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതല്ലേ യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ട സമീപനം? അതല്ലല്ലോ ചർച്ചാ വിഷയം, അതല്ലല്ലോ. പിണറായി വിജയനെ പറ്റി MT പറഞ്ഞു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യല്ലേ വേണ്ടത്. മറ്റു കാര്യങ്ങൾക്ക് അപ്രസക്തമാണെന്ന്, MT എന്ത് പറഞ്ഞു എന്നുള്ളതൊന്നും അപ്രസക്തമാണെന്ന് അതാർക്കും വേണ്ടെന്നേ. പിണറായി വിജയനെ പറ്റിയാണ് MT പറഞ്ഞതെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആവശ്യം ഇവിടെ. അത് എത്ര എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കിയാലും MT തന്നെ നിഷേധിക്കുകയാണ്. ഞാൻ കേരളത്തിനെ പറ്റിയോ മുഖ്യമന്ത്രിയെ പറ്റിയോ അല്ല പറഞ്ഞത്. അല്ല, ഞാൻ പറയാം. ചോദ്യം ഇങ്ങോട്ട് വന്നല്ലോ, ഇനി ഞാൻ പറയട്ടെന്നേ, ഞാൻ പറയാം. ഇതിന്റെ മറുപടി പറയാൻ ഞാൻ അനുവദിക്കൂ. MT അദ്ദേഹത്തിന്റെ ഇന്ന് പത്രങ്ങളൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. പിന്നെ നന്നായിട്ട് തന്നെ ഒറ്റ അക്ഷരം പോലും വിടാതെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അത് ശിഥിലീകരണത്തിന്റെ കാര്യകാരണങ്ങളെ അപഗ്രഥിക്കുക എന്നതാണ്. അതിനെ നിഷേധിച്ചില്ലെന്ന് സങ്കല്പിക്കുന്നതിന് പകരം ജാഗ്രതയോടെ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. അത് റീഫിനെ കോട്ട് ചെയ്താണ്, വില്യം റീഫിനെ കോട്ട് ചെയ്താണ് പറയുന്നത്. അത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. ഇത് പിന്നെ ജയരാജൻ പറഞ്ഞു അത് മോദിയെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞു, EP ജയരാജൻ പറഞ്ഞു. അങ്ങനെയല്ല. അത് പിണറായി ഇരിക്കുന്ന വേദിയിൽ MT ഇത് വായിച്ചത് പിണറായിയെ കുറിച്ച് തന്നെയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം. പക്ഷെ പിന്നീട് MTയുടെ നിഷേധക്കുറിപ്പ് വരുന്നു, ഞാൻ സംസ്ഥാന സർക്കാരിനെ കേരള മുഖ്യമന്ത്രിയെ കുറിച്ചല്ല പറഞ്ഞത്. അത് പറ്റില്ല. അത് ജയരാജൻ അങ്ങനെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇവിടെ ഇദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ, മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ MT ഇത് വായിച്ചത് പിണറായി വിജയനെ പറ്റി തന്നെയാണ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചോളൂ. ആർക്കാണ് പിന്നെ അതിനകത്ത് എന്തെങ്കിലും പറയേണ്ട കാര്യമുള്ളത്? അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്തോളൂ. കാരണം ഒറ്റ കാര്യമുള്ളൂ ഇതില് നിങ്ങൾ പിന്നെ പറയുന്ന MT എന്ന കേരളത്തിന്റെ മഹാനായ പുത്രൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ഞാൻ കേരള മുഖ്യമന്ത്രിയെയോ സംസ്ഥാന സർക്കാരിനെയോ ഉദ്ദേശിച്ചല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം മതി. ബാക്കി എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ആരോപിക്കാം. ആ ഒരു നിലപാടേ ഉള്ളൂ. അദ്ദേഹം കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ വരുത്തണം എന്നതാണോ താങ്കൾ പറയുന്നത്? അങ്ങനെ ഒരു ഇതുണ്ടോ? കാരണം പരസ്യമായി പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ മുന്നിലുണ്ട്. അത് മുഖ്യമന്ത്രിയുള്ള വേദിയിലാണ് പറഞ്ഞത് എന്നത് വസ്തുതയാണ്. ഞങ്ങളെ അല്ല മോദിയാണ് പറഞ്ഞത് എന്ന് EP ജയരാജൻ പറയുന്നു. അപ്പോൾ മാധ്യമങ്ങൾ ഇത് പലതരത്തിൽ റിപ്പോർട്ട് ചെയ്തു എന്ന് താങ്കൾ പറയുകയാണ്. അപ്പോൾ MT ഇതിൽ കൂടുതൽ വിശദീകരണം നൽകേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ? മാധ്യമങ്ങൾ ഇങ്ങനെ പല രീതിയിൽ ഇതിനെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തൊന്നുമല്ലോ ഞാൻ പറഞ്ഞത്. മാധ്യമങ്ങൾ ബഹുഭൂരിപക്ഷവും ഒറ്റ നിലയിലാണ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോഴും ഞാൻ ചർച്ച സംഘടിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പിണറായി വിജയനാണ് MT പറഞ്ഞത് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നേ. ഞാൻ അങ്ങനെ തന്നെയാണ് വിമർശിക്കുന്നത്. അതിന്റെ വിമർശനവുമാണ്.
ഇനി ഞാൻ അങ്ങനെ കാണുന്നു, അത് വേറെ കാര്യം. ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞില്ല. ചർച്ചയിൽ പങ്കെടുത്ത നമ്മളുടെ മറ്റ് അതിഥികൾ അത്തരം ഒരു നിലപാടാണ് ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. അത് ഞാൻ താങ്കൾ ചർച്ചയിൽ ജോയിൻ ചെയ്തപ്പോൾ പറയുകയും ചെയ്തു. പക്ഷേ അത് ആയിക്കോട്ടെ, മാധ്യമങ്ങൾ എന്ന് പറയുന്നത് താങ്കൾ ഒരാൾ മാത്രമല്ലല്ലോ, അത് മീഡിയ ഹൗസ് ആണ്. ന്യൂസ് 18 ഒരു മീഡിയ ഹൗസ് ആണ്. അപ്പൊ അങ്ങനെ എല്ലാ മീഡിയ ഹൗസും ഉണ്ട്, അവരുടെ നിലപാടുകളാണ് അതത് മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത്. അതിനെ അങ്ങനെയാണ് കാണുന്നത്. അല്ലാതെ അവിടുത്തെ ഒരേ ആങ്കർ എങ്ങനെ പറഞ്ഞു, ഒരു ചർച്ചയിൽ എങ്ങനെ പറഞ്ഞു എന്നതല്ല നോക്കുന്നത്. ആ മീഡിയ ഹൗസിൽ നിന്ന് ഒരു കാര്യത്തിൽ എങ്ങനെയാണ് പുറത്തോട്ട് വരുന്നത്. മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിലായിരുന്നു ഈ വിമർശനം എന്ന നിലയിൽ മാത്രമാണ് അത് കണക്ട് ചെയ്തത്. മുഖ്യമന്ത്രിയെ പറഞ്ഞു എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. എല്ലാവരും അങ്ങനെയാണെന്ന് അല്ല, എല്ലാവരും അങ്ങനെയാണെന്ന് എല്ലാ മാധ്യമങ്ങളും. ശ്രീ എൻ ജയചന്ദ്രൻ, ഇവിടെ ഇപ്പോൾ CPM ഇപ്പോൾ എത്തിയ ഈ നിലപാട്, ഇത് കാലികമായി പ്രസക്തിയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴും പ്രസക്തമായതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. വളരെ മുന്നേ പറഞ്ഞതായാലും അതിപ്പോഴും പ്രസക്തമാണ്. അത് ഏത് ഭരണാധികാരികളായാലും ഉൾക്കൊണ്ട് അത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക എന്ന സമീപനമാണ് സ്വീകരിക്കേണ്ടത്. അല്ലാണ്ട് ഇത് ഞങ്ങളെ അല്ല എന്ന് പറഞ്ഞിടത്താണോ ഈ പ്രശ്നം തുടങ്ങിയത്? അങ്ങനെയാണെങ്കിൽ CPM-ന് ഇതിൽ ആദ്യം കൈകാര്യം ചെയ്തതിൽ ഒരു പിഴവ് പറ്റിയിട്ടുണ്ടോ? അല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് വെരി മച്ച് ട്രൂ. ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കാം. എന്താണെന്നറിയാമോ, MTയുടെ ഈ ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ 20 വർഷം മുമ്പ് ഒരു പുസ്തകത്തിൽ എടുത്തു ചേർത്ത അദ്ദേഹത്തിന്റെ ലേഖനം ഇന്ന് പുനരാനയിക്കുമ്പോൾ അദ്ദേഹം ചിലതൊക്കെ മനസ്സിൽ കാണുന്നുണ്ടാവാം, സ്വാഭാവികമല്ലേ. അത് ഏതെങ്കിലും ഭരണകൂടത്തിനെതിരെയോ ഏതെങ്കിലും ഭരണാധികാരിക്കെതിരെയോ എന്നതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ കാഴ്ചപ്പാട് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തുറന്ന മനസ്സോടെ കാണാനുള്ള ഒരാഗ്രഹമാണ് MTയെ പോലുള്ള ഒരാൾ പ്രകടിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു, അത് ശ്രീ MV ഗോവിന്ദൻ അഡ്രസ് ചെയ്യണം. തീർച്ചയായിട്ടും MT ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതിനെ ശ്രീ K സുധാകരൻ അഡ്രസ് ചെയ്യണം. MT ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതിനെ K സുരേന്ദ്രൻ അഡ്രസ് ചെയ്യണം. MT ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അത് അവർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ആ പ്രസ്ഥാനങ്ങളുടെ അവരുടെയും കാര്യമാണ്. പക്ഷെ അതാണ് MT ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും. കാര്യം അങ്ങനെ ഒരാളാണ് MT ഒരു കാലത്ത് MT ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചോ രാഷ്ട്രീയ നേതാക്കളെ കേന്ദ്രീകരിച്ചോ തന്റെ അഭിപ്രായങ്ങൾ എവിടെയെങ്കിലും പറയുകയോ പ്രകടിപ്പിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടില്ലാത്ത ആളാണ്. അതല്ല അദ്ദേഹത്തിന്റെ നിലപാടുകൾ. അദ്ദേഹം അങ്ങനെ പറയാറുമില്ല, എഴുതാറുമില്ല. പക്ഷെ അദ്ദേഹം അന്ന് 20 വർഷം മുമ്പ് പറഞ്ഞൊരു പുസ്തകത്തിൽ വന്ന കാര്യം ഇന്ന് വീണ്ടും എടുത്തു പറയുമ്പോൾ അദ്ദേഹം എന്തോ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ചല്ല, ഏതെങ്കിലും സർക്കാരിനെ കുറിച്ചുമല്ല, പൊതുവായിട്ടാണ്. ആ പൊതുവായി പറഞ്ഞത് പൊതുവായി അഡ്രസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമാണ് പൊതുരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അത് നമുക്ക് വളരെ സ്വീകാര്യമായ ഒരു സമീപനം എന്ന് തന്നെ ഞാൻ പറയുന്നു. താങ്കൾ സ്വീകരിച്ചത് ഓരോ രാഷ്ട്രീയ പാർട്ടിയും ആ വാക്കുകൾ ഉൾക്കൊണ്ട് അവരവർക്ക് വരുത്തേണ്ടുന്ന തെറ്റുകൾ അല്ലെങ്കിൽ വരുത്തിയിട്ടുള്ള തെറ്റുകൾ ഏതാണ് എന്നത് മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകാനാണ് ആ വാക്കുകൾ ഉപയോഗിക്കേണ്ടത്. അതാണ് അദ്ദേഹം ലക്ഷ്യമിട്ടത്. ആ നല്ല അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കപ്പെടട്ടെ എന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ശ്രീ M ജയചന്ദ്രൻ ഞങ്ങളോട് സഹകരിച്ചതിന്. ഒപ്പം പങ്കെടുത്ത മറ്റെല്ലാ അതിഥികൾക്കും അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ MN കാരശ്ശേരി, ശ്രീ N ശ്രീകുമാർ. ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം.